Hello everyone. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എലിമെന്ററി പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ? ആ പാർട്ടിക്കിൾസിന്റെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെയും ആറ്റോൺസിന്റെയും പേരുകളും അതുപോലെ സിംബൽസും ചാർജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി ക്ലാസ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അതാണ് എലിമെന്ററി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ടൈറ്റിൽ ചെയ്ത എലിമെന്ററി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പേഴ്സ്. ആ പാർട്ടിക്കിൾസിനെ മൊത്തം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺസ്, ഇതാണ് ഹാഡ്രോൺസ്. ഹാഡ്രോൺസിനകത്ത് ഇവിടെ 2 ക്വാർക്കുള്ള മിസോൺസ്, പിന്നെ 3 ക്വാർക്കുലയിൽ സ്പിൻ ഹാഫ് പിന്നെ ബേരിയോൺസും സ്പിൻ 3/2 ബേരിയോൺസും. ഓക്കെ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ ആളുകളെ മൊത്തം നിങ്ങൾക്ക് അറിയാമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഇതുവരെ മുകളിൽ കടന്നോട്ടെ, നമുക്ക് ഇത് ആവശ്യം വരും. ഓക്കെ, ഇടക്കിടക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് എലിമെന്ററി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പാർട്ടിക്കിൾസിനെ കുറിച്ച് മുമ്പേ പറഞ്ഞാണ്, ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ മുമ്പേ പറഞ്ഞാണ്. ഇപ്പം ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, അങ്ങനെ കുറെ നമ്പേഴ്സ് പഠിച്ചതാണ് അല്ലേ? അത് ശരിക്കും ഫെർമിയോൺസ് ഒബേ ചെയ്യുന്ന ഒരു സംഭവമാണത് അല്ലേ? പിന്നെ ഫെർമിയോൺസും അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനും മൊത്തത്തിൽ ഒബേ ചെയ്യാനുള്ള ഒരു പിന്നെ കൺസർവേഷൻ റൂളാണ് ശരിക്കും ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെ? ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്, ക്ലാസിക്കൽ പോലെ കണ്ടിന്യൂസ് അല്ല. ഇവർക്ക് ഇന്ന വാല്യൂസേ പറ്റുള്ളൂ, ഇന്ന പിന്നെ കോൺഫിഗറേഷൻസേ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ എന്തുണ്ട്? ആൾറെഡി ഇമ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിനാണ് ശരിക്കും ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ അത് പ്രകാരം ഇപ്പം ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ അടിച്ചാൽ അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇത്രയാണെങ്കിൽ അതിന്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഇത്രയാവാം. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഇത്രയാണെങ്കിൽ അതിന് പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇത്രയാവാം, അതുപോലെ സ്പിൻ ഇത്രയാവാം. അങ്ങനെ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം അല്ലെ? പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? നോ 2 പാർട്ടിക്കിൾസ് ക്യാൻ ഹാവ് ഓൾ സെറ്റ് ഓഫ് സെയിം ക്വാണ്ടം നമ്പേഴ്സ് ആണ് പറയുന്നത് അല്ലെ? ഒരുപോലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഒരു പാർട്ടിക്കിളും വരാൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓരോ പാർട്ടിക്കിളും നമുക്ക് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് തിരിച്ചറിയാൻ പറ്റണം അല്ലെ? പൊതുവായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ? ഓരോ പാർട്ടിക്കിളെയും എന്താ യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം അല്ലെ? അത്തരത്തിൽ നമ്മൾ കൺസർവേഷൻ റൂളാണ് ശരിക്കും എന്ത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിക്കിളെയും യുണീക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് വ്യക്തമായിട്ട് വരും. അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതാണ് ക്വാണ്ടം നമ്പർ ആണ് ലെപ്റ്റോൺ നമ്പർ. എന്താണ് ലെപ്റ്റോൺ നമ്പർ? ആദ്യത്തെ ക്വാണ്ടം നമ്പർ ആണ് ലെപ്റ്റോൺ നമ്പർ. ലെപ്റ്റോൺ നമ്പർ പേര് പോലെ തന്നെ ലെപ്റ്റോൺസിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോൺസിന് മാത്രമാണ് ഇലക്ട്രോൺ നമ്പർ ഉള്ളത്. ഓക്കെ, അക്കോർഡിംഗ്ലി പൊതുവായിട്ട് ഇതിനെ എൽ എന്ന് പറയും, ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് പറയും. ഇലക്ട്രോൺസിന്റെ കേസിൽ എത്രയാണ്? ഇതിന്റെ വാല്യൂ 1 ആണ്. ആന്റി ഇലക്ട്രോൺസിന് -1 ആണ്. ബാക്കി പാർട്ടിക്കിൾസിനൊക്കെ ഇലക്ട്രോൺ നമ്പർ 0 ആണ്. ക്ലിയർ ആണല്ലോ? ലെപ്റ്റോൺസിന് 1 ആണ്. ആന്റി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മ്യൂൺ ടോ അല്ലേ? പിന്നെ അതുപോലെ അതിന്റെ ന്യൂട്രിനോസ് അല്ലേ പാർട്ടിക്കിൾസ്? അതിന്റെ ആന്റി പാർട്ടിക്കിൾസോ പോസിട്രോണ് മ്യൂ പ്ലസ് ടോ പ്ലസ്. അതുപോലെ ഇതിന്റെ ആന്റി ന്യൂട്രിനോസ് അവർക്ക് എന്താവും? -1 ആവും. അതുപോലെ ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനും എന്താവും? ഇലക്ട്രോൺ നമ്പർ 0 ആവും. ഓക്കെ, ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തുണ്ട്? കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതിനകത്താണ് ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ. ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ ശരിക്കും ഈ ഒരു ക്വാണ്ടം നമ്പറാണ് നമ്മൾ നോക്കുക. ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ LE is equal to +1 for all, +1 for electron and electron neutrino, and lepton number equal to -1 for E plus and nu E bar. ക്ലിയർ ആയോ? ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ 1 ആർക്കൊക്കെയാണ്? ഇലക്ട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോണും. -1 ആർക്കൊക്കെയാണ്? ഇവരുടെ ആന്റി പാർട്ടിക്കിൾസിന്, പോസിട്രോണിനും ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്കും. ഓക്കെ, ബാക്കി എല്ലാവർക്കും എന്താണ്? LE equal to 0 for all other particles. All other particles. All other particles എന്ന് പറഞ്ഞാൽ ഇവർക്കും എന്താണ്? ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ 0 ആണ്. അതുപോലെ ഇവർക്കൊക്കെ എന്താണ്? ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ 0 ആണ്. അത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്താണ് എന്ത്? അതുപോലെ എന്തുണ്ട്? മ്യൂൺ ലെപ്റ്റോൺ നമ്പർ അല്ലെ? മ്യൂൺ ലെപ്റ്റോൺ നമ്പർ. മ്യൂൺ ലെപ്റ്റോൺ നമ്പർ അതിന് നമ്മൾ എന്ത് ചെയ്യും? L mu കൊണ്ട് സൂചിപ്പിക്കും. And L mu is equal to 1 for ആർക്കൊക്കെയാവും? mu minus and nu mu. And L mu is equal to -1 for mu plus and nu mu bar. പിന്നെയോ മ്യൂൺ ലെപ്റ്റോൺ നമ്പർ is equal to 0 for
all other particles. All other particles എന്ന് പറഞ്ഞാൽ ഇവർക്കും ഇവർക്കും എന്താണ്, അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്, മ്യൂൺ ഇലക്ട്രോൺ നമ്പർ 0 ആണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഈ മ്യൂ മൈനസിനും മ്യൂ മ്യൂനും മ്യൂൺ ഇലക്ട്രോൺ നമ്പർ 1 ആണ്. പിന്നെ അതിന്റെ ആന്റി പാർട്ടിക്കിൾസിന് -1 ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അടുത്തൊരു എന്തുണ്ട് ഇലക്ട്രോൺ നമ്പറും കൂടി ഉണ്ട്. ഏതാണ്? ടോ ഇലക്ട്രോൺ നമ്പർ. ഏതാണ്? ടോ ഇലക്ട്രോൺ നമ്പർ അല്ലെ. അതിന്റെ എന്താവും? L2 = 1 for tau and tau minus and nu tau അല്ലെ. and L2 tau electron number is equal to -1 for tau plus and anti tau neutrino അല്ലെ. and is 0 for all other particles അല്ലെ. ഇതാണ് എന്ത് ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ലെപ്റ്റോൺ നമ്പർ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അതാണ് ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ. അപ്പൊ ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ ലെപ്റ്റോൺ നമ്പർ. അതിനകത്ത് എന്തുണ്ട്? 3 സെപ്പറേറ്റ് ക്വാണ്ടം നമ്പേഴ്സ് വരുന്നുണ്ട്. ഇലക്ട്രോൺ നമ്പർ, മ്യൂൺ ഇലക്ട്രോൺ നമ്പർ, ടോ ഇലക്ട്രോൺ നമ്പർ. ഓക്കെ, അത് കൺസേൺഡ് പാർട്ടിക്കിൾസിന് 1 ആണ്. അതുപോലെ അതിന്റെ ആന്റി പാർട്ടിക്കിൾസിന് -1 ആണ്. ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനും 0 ആണ്. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് ബേരിയോൺ നമ്പർ. ഇതാണ് ബേരിയോൺ നമ്പർ. ബേരിയോൺ നമ്പർ നമ്മൾ ക്യാപിറ്റൽ ബി കൊണ്ട് സൂചിപ്പിക്കും. ആൻഡ് ബേരിയോൺ നമ്പർ ബി is equal to 1 for all baryons. 1 for all baryons. And b is equal to -1 for all anti-baryons. All anti-baryons. And b is equal to 0 for all other particles. മനസ്സിലായോ? ബേരിയോൺ നമ്പർ എന്ന് പറഞ്ഞ 1 നമ്പർ എന്താണ്? ബേരിയോൺസിന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. ബേരിയോൺസ് ആരാണ്? സ്പിൻ ഹാഫ് ബേരിയോൺസും സ്പിൻ 3/2 ബേരിയോൺസും. ഇവർക്ക് എത്രയാണ് ബേരിയോൺ നമ്പർ? 1 ആണ് അല്ലെ. ഇതിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ബേരിയോൺ നമ്പർ 1 ആണ്. ഇതിന്റെ ആന്റി പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിന് എത്രയാണ്? ബേരിയോൺ നമ്പർ -1 ആണ്. ബാക്കി ഈ മിസോൺസിനും അതുപോലെ ലെപ്റ്റോൺസിനും ബേരിയോൺ നമ്പർ എത്രയാണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ശരിക്കും വ്യക്തമായി. ഇപ്പം ലെപ്റ്റോൺസ് പറഞ്ഞാൽ ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ ഇവർക്ക് മാത്രമുള്ളതാ അല്ലെ. ബാക്കിയുള്ളവർക്കൊക്കെ 0 ആണ്. അപ്പൊ ഇവര് യൂണീക്ക് ആയി അല്ലെ. അതുപോലെ പിന്നെ ബേരിയോൺ നമ്പർ ഇവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് വേറെ ഒരു സെപ്പറേറ്റ് ഗണത്തിൽ പെട്ടു അല്ലെ. അങ്ങനെ ഓരോരുത്തർക്കും ഒരു യൂണീക്ക് പിന്നെ കൺസർവേഷൻ റൂൾസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടം നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഒരു 1-2 പിന്നെ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അത് ആദ്യം വരുന്നത് പയോൺ ഡീകെ. പയോൺ ഡീകെ എന്താണ്? പൈ മൈനസ് ഗീവ്സ് mu minus plus mu bar. Okay, pion gives mu minus plus mu bar. ഇനി ശരിക്കും നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പറയുമ്പോൾ നമുക്ക് ശരിക്കും കൺസർവേഷൻ റൂൾസ് ആയിട്ട് ആദ്യം ചാർജ് പറയാം. ഏതൊരു പ്രോസസ്സിലും നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ഗുണമാണ് ചാർജ്. ഓക്കെ, ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ്. ചാർജ് എന്തായാലും എന്താണ്? കൺസേർവ്ഡ് ആണ്. നോക്കാം, പയോണിന്റെ ചാർജ് എത്രയാണ്? -1. പൈ മൈനസ് അല്ലേ. ഗീവ്സ് മ്യൂ മൈനസിന്റെ -1 പ്ലസ് mu ബാർ അല്ലെ. ഇതെന്താണ്? ന്യൂട്രിനോ ആണ്. ന്യൂട്രിനോന്റെ ചാർജ് എപ്പോഴും 0 ആണ്. അത് ന്യൂട്രിനോ ആയാലും ആന്റി ന്യൂട്രിനോ ആയാലും ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പൊ ഇത് ഇവിടെ -1, ഇവിടെ -1. ഇത് കൺസേർവ്ഡ് ആണ് അല്ലെ. ഇനി അടുത്ത് എന്താണ്? അടുത്ത് ലെപ്റ്റോൺ നമ്പർ. ലെപ്റ്റോൺ നമ്പർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഇവിടെ ലെപ്റ്റോൺസ് ഉണ്ടോ നോക്കുക. ഈ ക്വസ്റ്റൻ ലെപ്റ്റോൺസ് ഉണ്ടോ? ഉണ്ട്. ഇത് മിസോൺ ആണ്. പക്ഷേ ഇത് മ്യൂ മൈനസും മ്യൂ ബാർ എന്താണ്? ലെപ്റ്റോൺസ് ആണ്. അപ്പൊ ഏത് ലെപ്റ്റോൺ ആണിത്? മ്യൂൺ ആണ്. അതുകൊണ്ട് മ്യൂൺ ലെപ്റ്റോൺ നമ്പർ എൽ മ്യൂ. ഇത് എൽ മ്യൂ. പയോണിന്റെ ന്യൂ മ്യൂ എത്രയാണ്? ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? പയോണ് മിസോൺ ആണ്. അതുകൊണ്ട് ലെപ്റ്റോൺ നമ്പർ 0 അല്ലേ. ഗീവ്സ് മ്യൂ മൈനസിന്റെ മ്യൂൺ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? 1 ആണ് അല്ലെ. 1 ഫോർ ആൾ മ്യൂൺസ് ആൻഡ് മ്യൂൺ ന്യൂട്രിനോ അല്ലെ. പ്ലസ് ഇനി ഇവിടെ ആരാളെ? മ്യൂ ബാർ ആണ്. ആന്റി മ്യൂൺ ന്യൂട്രിനോ ആണ്. അതിന്റെ എത്രയാണ്? -1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എത്രയായി? 0 ആയി. ഇവിടെ 1 - 1 എത്രയായി? 0 ആയി. അപ്പൊ കൺസേർവ്ഡ് അല്ലേ. ഇവിടെ 0, അവിടെ 0. കറക്റ്റ് അല്ലേ. ഇനി അടുത്ത എന്താണ്? ബേരിയോൺ നമ്പർ. ഇനി ഇവിടെ വേറെ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. ഇലക്ട്രോണും അതുപോലെ ടോ ഒന്നും ഇല്ല. അപ്പൊ അത് നോക്കണ്ട. ഇനി അടുത്ത ഏതാണ്? ബേരിയോൺ നമ്പർ. ബേരിയോൺ നമ്പർ ഇതിൽ ബേരിയോൺ ഉണ്ടോ? ഇല്ല. ഇവിടെ മിസോൺ ആണ്, ഇവിടെ ഇലക്ട്രോൺ ആണ്. അപ്പൊ ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് ഈ പ്രോസസ് എന്താണ്? നടക്കും. ഇറ്റ് ഈസ് എന്താണ്? എ പോസിബിൾ പ്രോസസ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞ കൺസർവേഷൻ റൂൾസ് ചെക്ക് ചെയ്യുക. ഒരു എക്സാമ്പിളോട് നോക്കാം. ന്യൂട്രോൺ ഗീവ്സ്
പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ന്യൂ ഇ ബാർ. ഇതെന്തായിരുന്നു? നമ്മുടെ ബീറ്റാഡിക്കാണ് അല്ലെ, നെഗറ്റീവ് ബീറ്റാഡിക്ക്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക, ന്യൂട്രോൺ ബിക്കംസ് എ പ്രോട്ടോൺ ടു ബിക്കം വിത്ത് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെ. അവിടെ പിന്നെ ഒരു ഇലക്ട്രോൺ ന്യൂട്രോണും വരും. അപ്പൊ നമുക്ക് ആദ്യം ചാർജ് കൺസർവേഷൻ. ചാർജ് ന്യൂട്രോണിന്റെ എത്രയാണ്? 0 അല്ലെ. പ്രോട്ടോണിന്റെ എത്രയാണ്? 1. ഇലക്ട്രോണിന്റെ -1. ന്യൂട്രിനോന്റെ 0 അല്ലെ. അപ്പൊ ഇവിടെ 0, ഇവിടെ 1 - 1 0. 0 + 0 0. കൺസേർവ്ഡ് അല്ലേ? ചാർജ് കൺസേർവ്ഡ് ആണ്. രണ്ടാമത്തത് ഇനി ഏതാണ്? ലെപ്റ്റോൺ നമ്പർ. ലെപ്റ്റോൺ നമ്പർ. ഇത് ലെപ്റ്റോൺസ് ഉണ്ടോ? ഉണ്ട്. ഇലക്ട്രോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? ഇലക്ട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോയും ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോയും. അതുകൊണ്ട് ഏതാണ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ. അതുകൊണ്ട് ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ Le അല്ലെ. ന്യൂട്രോണിന് 0 അല്ലെ. ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ ന്യൂട്രോണിന് 0, പ്രോട്ടോണിന് 0. ഇലക്ട്രോണിന് എത്രയാണ്? 1 ആണ്. ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോക്ക് എത്രയാണ്? -1 ആണ്. അപ്പൊ മൊത്തം എത്രയായി? 1 - 1 0. കൺസേർവ്ഡ് അല്ലേ? ആണ് അല്ലെ. ഇനി അടുത്ത ഏതാണ്? ഇനി ഏതെങ്കിലും ലെപ്റ്റോൺസ് ഉണ്ടോ? ഇല്ല അല്ലെ. ഇനി അടുത്ത ഏതാണ്? ബേരിയോൺ നമ്പർ അല്ലെ. ബേരിയോൺ നമ്പർ നോക്കുക. എന്താ ബേരിയോൺ നമ്പർ? ബേരിയോൺ നമ്പർ is +1 for all baryons and -1 for anti baryons and 0 for all others. അപ്പൊ ന്യൂട്രോൺ നോക്കുക. ന്യൂട്രോൺ ബേരിയോൺ ആണോ? ഇതാ ഇവിടെ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയോൺസ് എന്താണ്? സ്പിൻ ഓഫ് ബേരിയോൺസ് ആ. അതുകൊണ്ട് ന്യൂട്രോണിന്റെ ബേരിയോൺ നമ്പർ 1 +1 അല്ലെ. gives പ്രോട്ടോൺ ആണ് 1 പ്ലസ് ഇലക്ട്രോണും ന്യൂട്രോണും എന്തല്ല? ബേരിയോൺ അല്ല. അപ്പൊ 0 + 0. ഇവിടെ 1 കൺസേർവ്ഡ് അല്ലെ. അതുകൊണ്ട് ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? നടക്കും അല്ലെ. ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇത് കൺസേർവ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞ ക്വാണ്ടം നമ്പേഴ്സ് നോക്കുക അല്ലെ. കൺസർവേഷൻ റൂൾസ് നോക്കുക. തീർന്നില്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വാണ്ടം നമ്പർ ആണ് ഇത്. ഇനി പ്രത്യേക ഒരു കാര്യം വരാണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഈ പറഞ്ഞ ഇലക്ട്രോൺ നമ്പർ, വേരിയൻ നമ്പർ, പിന്നെ സ്ട്രേഞ്ച്നെസ് ആയിരുന്നു. പക്ഷെ സ്ട്രേഞ്ച്നെസ് ഒക്കെ പറയണമെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ക്വാണ്ടം നമ്പേഴ്സ് പറയാനുണ്ടാവും. അത് ടെക്സ്റ്റിനകത്ത് നിങ്ങൾ കണ്ടൊന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾക്ക് MSCക്കും ഏത് കേസിനും ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് BSCക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറ്റണമെന്നല്ല. ധാരാളമാ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് MSCക്കും എല്ലാത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ഓക്കെ. അപ്പൊ ഇത് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ രണ്ടാമല്ലേ പറഞ്ഞേ. മൂന്നാമത് പറയുന്ന ക്വാണ്ടം നമ്പർ ആണ് ഇത് ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ. ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ. നോക്കാം. ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഫോർ ഹാഡ്രോൺസ്. ഹാഡ്രോൺസിന് മാത്രം. ഹാഡ്രോൺസ് ഏതാണ്? ഇത്. ഇലക്ട്രോൺസ് അല്ലാത്തൊക്കെ എന്താണ്? ഹാഡ്രോൺസ് ആണ്. ഹാഡ്രോൺസിന് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം നമ്പർ ആണ് ഇത് ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ. ഇനി നോക്കാം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇവിടെ നമ്മളിപ്പം ഈ മിസോൺസ് അവിടെ വെക്കട്ടെ. ബാക്കി ഇതൊക്കെ എന്താണ്? വേരിയോൺസ് ആണ്. ഈ വേരിയോൺസിനൊക്കെ ബേരിയോൺ നമ്പർ എത്രയാണ്? 1 ആണ് അല്ലെ. ഈ വേരിയോൺസിനൊക്കെ ബേരിയോൺ നമ്പർ 1 ആണ്. അപ്പൊ നമുക്കിവിടെ പ്രോട്ടോണിന് എത്രയാണ്? 1 ആണ്. സിഗ്മ മൈനസിന് 1 ആണ്. കാസ്കേഡ് മൈനസിന് 1 ആണ്. അല്ലെങ്കിൽ സൈ മൈനസിന് 1 ആണ്. സിഗ്മ സ്റ്റാറിന് 1 ആണ്. ഒക്കത്തിന് 1 ആണ്. അപ്പൊ അവര് തമ്മിൽ എന്തില്ല? ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഓരോ പാർട്ടിക്കിളെയും യുണീക്ക് ആക്കാൻ വേണ്ടിട്ട് പുതിയ ക്വാണ്ടം നമ്പേഴ്സ് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. അത്തരത്തിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന അടുത്ത ക്വാണ്ടം നമ്പറാണ് ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ അല്ലെ. ആൻഡ് ഇഫ് M is the multiplicity of the group. M is the multiplicity. Multiplicity എന്ന് പറഞ്ഞാൽ എന്താണ്? Number of members in a group. Number of particles in a group. Multiplicity is the number of particles in a group. അപ്പൊ നോക്കാം. pi plus 5 0 pi - ഇതൊരു ഗ്രൂപ്പ് അല്ലേ. ഇതിനകത്ത് 3 പാർട്ടിക്കിൾ, ട്രിപ്ലെറ്റ്. ഇതിനകത്ത് 2 പാർട്ടിക്കിൾ, ഇതിനകത്ത് 2 പാർട്ടിക്കിൾ, ഇതിനകത്ത് 1 പാർട്ടിക്കിൾ അല്ലെ. അങ്ങനെ ഇതിനകത്ത് 4 പാർട്ടിക്കിൾ. അങ്ങനെ ആ എത്ര പാർട്ടിക്കിൾ ആണോ അതിനാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയാം അല്ലെ. അപ്പൊ അത് മൾട്ടിപ്ലെക്സ് ആയിട്ടാണ് വരുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലെക്സ് ആണ് എന്താ? നോക്കാം. pi plus 5 0 pi minus ഇതിന്റെയൊക്കെ മാസ് സെയിം ആണ്, പ്രോപ്പർട്ടീസും സെയിം ആണ്. പക്ഷെ എന്താ മാറുന്നുള്ളൂ? ചാർജേ മാറുന്നുള്ളൂ. അപ്പൊ മാസ് ഈക്വൽ ആയിട്ടുള്ള ചാർജ് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനാണ് മൾട്ടിപ്ലെക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ അത്തരത്തിൽ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റിയാണ് മൾട്ടിപ്ലിസിറ്റി. ഓരോ ഗ്രൂപ്പിലെയും ആളുകളുടെ എണ്ണമാണ് മൾട്ടിപ്ലിസിറ്റി. അക്കോർഡിംഗ്ലി ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് with the relation multiplicity M is equal to 2i plus 1, where I is called isospin quantum number. Okay. The multiplicity of a group is equal to 2i plus 1, where I is the isospin quantum number. അപ്പോൾ ഇതിന് ഐക്ക് നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം
എം മൈനസ് വൺ ആവും. അപ്പൊ 2i ഈക്വൽ ടു എം മൈനസ് വൺ കൂടെ ഇതിനകത്ത് i ഈക്വൽ ടു എം മൈനസ് വൺ ബൈ ടു എഴുതാം അല്ലെ. അപ്പൊ ഇതാണ് ഐസോസ്പിൻ ക്വാണ്ടം നമ്പറുള്ള ഫോർമുല, i ഈക്വൽ ടു എം മൈനസ് വൺ ബൈ ടു അല്ലെ. ഇനി എങ്ങനെയാ കാണാം നോക്കാം, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. പൈ പ്ലസ് പൈ സീറോ പൈ മൈനസ് അല്ലെ, പൈ പ്ലസ് പൈ സീറോ പൈ മൈനസ് അല്ലെ. പയോൺസിന്റെ അതിന്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ്? 3 ആണ് അല്ലെ. പയോൺസിന് എക്സാമ്പിൾ ആയിട്ട് ചെയ്തോ, എക്സാമ്പിൾ പൈ പ്ലസ് അല്ലെ പയോൺസ് അല്ലെ, ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഐസോസ്പിൻ എത്രയാണ്? എം മൈനസ് വൺ ബൈ ടു അല്ലെ. അപ്പൊ 3 മൈനസ് വൺ ബൈ ടു 3 മൈനസ് വൺ എത്രയാണ്? 2 ബൈ 2 1 അല്ലെ. അപ്രകാരം പൈ പ്ലസിന്റെയും പൈ സീറോന്റെയും പൈ മൈനസിന്റെയും ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ എത്രയാണ്? 1 ആണ്. ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ 1 ആണ്. ഇനി നോക്കാം കെ പ്ലസ് കെ സീറോ, കെ പ്ലസിന്റെയും കെ സീറോന്റെയും നോക്കാം. കെ പ്ലസും കെ സീറോന്റെയും മൾട്ടിപ്ലിസിറ്റി എത്രയാണ്? 2 ആണ്. 2 പാർട്ടിക്കിൾസ് അല്ലേ ഇതില്, 2 പാർട്ടിക്കിൾസ് അല്ലെ. അപ്പൊ ഐസോസ്പിൻ എത്രയാണ്? 2 മൈനസ് 1 ബൈ 2 2 മൈനസ് 1 1 1 ബൈ 2. അപ്പൊ അവിടെ ഐസോസ്പിൻ എത്രയാണ്? ഹാഫ് ആണ് അല്ലെ. ഇനി ഈറ്റ സീറോ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ അല്ലെ. അപ്പൊ എത്രയാണ്? മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പൊ ഐസോസ്പിൻ എത്രയാണ്? ഈറ്റ സീറോന്റെ എം ഈക്വൽ ടു 1 ആണ്. അപ്പൊ i ഈക്വൽ ടു എം മൈനസ് വൺ ബൈ ടു അല്ലേ. ദാറ്റ് ഈസ് 1 മൈനസ് 1 ബൈ 2 0 വരും അല്ലെ. അത് പ്രകാരം ഇനി ലാസ്റ്റ് ഡെൽറ്റ പ്ലസിന്റെ കാണാം. ഇതിന്റെ എത്രയാണ്? 4 ആണ്. 4 മൈനസ് 1 ബൈ 2 അല്ലെ, 3 ബൈ 2 വരും. അപ്പൊ ഡെൽറ്റ പ്ലസിന്റെ ഐസോസ്പിൻ എത്രയാണ്? 3 ബൈ 2 അല്ലെ. അങ്ങനെ ഓരോന്നിന്റെയും കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ഇതിന്റെ ഐഡിയ ഉണ്ടാക്കാം. 4 എണ്ണം അടിച്ചാൽ 3 ബൈ 2, 3 എണ്ണാണെങ്കിൽ 1, 2 എണ്ണമാണെങ്കിൽ ഹാഫ്, 1 ആണെങ്കിൽ 0. ഇത്രയല്ലേ വരുന്നുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും ഐസോസ്പിൻ നമുക്ക് ഒറ്റ ഇതിൽ കിട്ടും അല്ലെ. അത് പ്രത്യേകം റിസ്ക് എടുത്ത് പഠിക്കേണ്ട ഒരു സാധനമല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കാം. ഈ ഐസോസ്പിന് നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രബിൾ വന്നു. എന്താണ് ആ ട്രബിൾ? ഐസോസ്പിന് പഠിച്ചപ്പോൾ വന്ന ട്രബിൾ എന്താണ്? ഇവിടെ പൈ പ്ലസിനും പൈ സീറോക്കും പൈ മൈനസിനും എത്രയാണ് ഐസോസ്പിന്? 1 ആണ്. 3 പേർക്കും ഒരേ ക്വാണ്ടം നമ്പർ അല്ലെ. ഇവിടെ 4 പേർക്കും ഐസോസ്പിൻ എത്രയാണ്? 3 ബൈ 2 ആണ്. ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഹാഫ് ആണ് അല്ലെ. സിഗ്മ സ്റ്റാർ സിഗ്മ സീറോ സിഗ്മ മൈനസിന് എത്രയാണ്? പിന്നെ 1 ആണ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരേ ഐസോസ്പിൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ്? അവിടെ വയലേഷൻ ആയി, ഒരേ ക്വാണ്ടം നമ്പർ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും അടുത്ത ഒരു ക്വാണ്ടം നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പം അപ്രകാരം 4ാമത്തെ ക്വാണ്ടം നമ്പർ എഴുതുക. തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ എന്താണ്? തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ I3 എന്ന് പറയും, അല്ലെങ്കിൽ IZ എന്ന് പറയും. നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ SZ എന്ന് പറയും, Z കമ്പോണന്റ് ഓഫ് സ്പിൻ ക്വാണ്ടം നമ്പർ പറയും. അതുപോലെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലേ L, അതിന്റെ Z കമ്പോണന്റ് LZ എന്ന് പറയില്ലേ. അതുപോലെ ഒരു കമ്പോണന്റ് ആണ് ഇത് I3 അല്ലെങ്കിൽ IZ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള വെച്ചാല് I3 തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ ഈസ് ഡിഫൈൻഡ് ആസ് Q മൈനസ് Q ബാർ. എന്താണ്? Q മൈനസ് Q ബാർ, where Q is the charge of the particle and Q bar is the average charge of the group. Okay, Q എന്താണ്? Charge of the particle. Q bar is the average. Q mean charge എന്നാണ് അർത്ഥം അല്ലേ. Average charge of the group. അതായത് ആ പാർട്ടിക്കിൾ പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ ആവറേജ് ചാർജ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇപ്പം പയോൺസിന്റെ എടുക്കാം, പൈ പ്ലസ് അല്ലെ. പൈ പ്ലസിന്റെ കേസ് എടുക്കാം. ആദ്യം ഇതിന്റെ ചാർജ് എത്രയാണ്? Q ഈക്വൽ ടു 1 വരിക അല്ലെ. പൈ പ്ലസ് ആണ്, അപ്പൊ 1 ആണ് ചാർജ് വരിക. Q ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള ഗ്രൂപ്പിന്റെ ആവറേജ് ചാർജ്. അപ്പൊ ആരൊക്കെയും ചാർജ് ഇല്ല? പ്ലസ് ഉണ്ട്, 0 ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ എന്താ ആവറേജ് ചാർജ് 1 പ്ലസ് 0 മൈനസ് 1 ബൈ 3 അതല്ലേ വരിക അല്ലെ. ഇതിൽ 3 പാർട്ടിക്കിൾസ്, അപ്പൊ ഡിവൈഡ് ബൈ 3. 3ന്റെ ചാർജ് 1 0 മൈനസ് 1 1 0 മൈനസ് 1 മൈനസ് 1 0 വരും. അപ്പൊ 0 ഇതിന്റെ ആവറേജ് ചാർജ് എത്രയാണ്? 0 ആണ് അല്ലെ. അങ്ങനെ കൊടുത്തു. ഇനി അപ്പൊ നമുക്ക് പൈ പ്ലസിന്റെ എന്ത് കാണാം? I3 കാണാം. therefore I3 of pi plus is equal to എത്ര വരാം? I3 of pi plus is equal to 1 minus 0 എത്ര വരും? 1 വരും
അല്ലെ. ഇനി പൈ സീറോന്റെ നോക്കാം. പൈ സീറോന്റെ എന്താണ് ക്യൂ മൈനസ് ക്യൂ ബാർ അല്ലേ. ഇതിന്റെ ചാർജ് എത്രയും 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയും 0 വരും അല്ലെ. ഇതിന്റെ I3 എന്ന് പറയുന്നത് 0 വരും അല്ലെ. ഇനി അടുത്ത പാർട്ടിക്കിൾ ഏതാ പൈ മൈനസ്, അതിന്റെ എത്രയാണ് ചാർജ് -1 അല്ലെ. ചാർജ് -1. അപ്പം I3 എന്ന് പറഞ്ഞാല് -1 മൈനസ് 0 എത്ര വരും -1 വരും അല്ലെ. ഈ ഫോർമുല നോക്കിയാൽ മതി. ക്യൂ മൈനസ് ക്യൂ ബാർ നോക്കിയാൽ മതി അല്ലെ. പയോൺസ് ഒക്കെ ഒരു ഫാമിലിയിലല്ലേ. അപ്പൊ അവരുടെ ആവറേജ് ചാർജ് 0 ആണ് അല്ലെ. അപ്പൊ ഓരോ ചാർജിന്റെയും ഇത് അല്ലെ. അപ്പം ഇതിന്റെ 1 വന്നു, പൈ പ്ലസിന്റെ 1 വന്നു, പൈ സീറോന്റെ 0 വന്നു, പൈ മൈനസിന്റെ -1 വന്നു. അപ്പൊ ഡിഫറെന്റ് ആയില്ലേ. ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ അവർക്ക് 3 ആക്കും 1 ആയിരുന്നു. പക്ഷെ തേർഡ് കമ്പോണന്റ് എന്തായി 3 ആക്കും ഡിഫറെന്റ് ആയി അല്ലെ. അപ്പൊ അവിടെ എന്തായി ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആയി അല്ലെ. അതന്നെയാണ് ഇത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലെ. ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് വേണം എന്നാ പറയുന്നത്. ഇനി നമുക്ക് പ്രോട്ടോണിന്റെ ന്യൂട്രോൺ നോക്കാം. പ്രോട്ടോൺ ന്യൂട്രോൺ അല്ലെ. അതിനകത്ത് ആദ്യം പിന്നെ ആവറേജ് ചാർജ് കാണാം. ക്യൂ ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രോട്ടോണിന്റെ ചാർജ് 1 പ്ലസ് ന്യൂട്രോണിന്റെ ചാർജ് 0/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 വരും അല്ലെ. 1/2 വരും. ഇനി നോക്കുക, നമുക്ക് ആദ്യം പ്രോട്ടോണിന്റെ ഐസോസ്പിൻ കാണാം. I3 ഈസ് ഈക്വൽ ടു എത്രയാണ് പ്രോട്ടോണിന്റെ ചാർജ് ക്യൂ മൈനസ് ക്യൂ ബാർ അല്ലേ. പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ് 1 മൈനസ് ഹാഫ്. 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 അല്ലെ. ഇനി ന്യൂട്രോണിന്റെ I3 എത്രയാണ് ന്യൂട്രോണിന്റെ I3 ഈക്വൽ ടു ചാർജ് 0 മൈനസ് ആവറേജ് ചാർജ് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയും -1/2 വരും. ക്ലിയർ ആയോ. അപ്പൊ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഐസോസ്പിൻ എത്രയായിരുന്നു ഹാഫ് ആയിരുന്നു അല്ലെ. തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ എന്തായി പ്രോട്ടോണിന്റെ ഹാഫ് വന്നു, ന്യൂട്രോണിന്റെ -1/2 വന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം റിലേഷൻ കിട്ടി കാണണം. ഇനി η0ന്റെ സിംഗ്ലറ്റിന്റെ എന്താവും 0 തന്നെയാവും അല്ലെ. കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ആവറേജ് ചാർജ് എത്രയും 0, അതിന്റെ ചാർജ് എത്രയും 0. അപ്പൊ 0 മൈനസ് 0 0. ലാംഡ 0ന്റെ അതേപോലെ അല്ലെ. ഒമേഗ മൈനസിന്റെയും അതുപോലെ. ഒമേഗ മൈനസ് നോക്കുക, അതിന്റെ ചാർജ് എത്രയും -1. ആവറേജ് ചാർജ് എത്രയും -1 എന്താവും 0 ആയി പോകും അല്ലെ. ഇനി നമുക്ക് ഡെൽറ്റ പ്ലസ് പ്ലസിന്റെ കാണാം. ഡെൽറ്റ അല്ലെ. ഡെൽറ്റന്റെ നോക്കുക ആവറേജ് ചാർജ് എങ്ങനെ കാണാം നോക്കുക. ഡെൽറ്റ പ്ലസ് പ്ലസിന്റെ ചാർജ് 2 ആണ് പ്ലസ് ഒരാളുടെ ചാർജ് 1 ആണ് പ്ലസ് 0 -1/4 ആവുക അല്ലെ. 4 പേരില്ലേ. അപ്പൊ നോക്കുക 1 -1 ക്യാൻസൽ ചെയ്ത് പോയി. 2/4 എന്ന് പറഞ്ഞാൽ എത്ര വരിക 1/2. അപ്പൊ അവരുടെ ആവറേജ് ചാർജ് എത്രയാണ് 1/2. ഇനി നോക്കുക ഡെൽറ്റ പ്ലസ് പ്ലസിന്റെ കേസിൽ I3 എങ്ങനെ നോക്കാം. I3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ക്യൂ മൈനസ് ക്യൂ ബാർ. അതിന്റെ ക്യൂ എത്രയാണ് 2 മൈനസ് 1/2. 2 മൈനസ് 1/2 പറഞ്ഞാൽ എത്രയാണ് 3/2 അല്ലെ. ഇനി ഡെൽറ്റ പ്ലസ് നോക്കാം അല്ലെ. ഡെൽറ്റ പ്ലസ് എന്നാൽ 1 മൈനസ് 1/2 വരും. 1 മൈനസ് 1/2 പറഞ്ഞാൽ എത്രയാണ് 1/2 അല്ലെ. ഡെൽറ്റ 0 എത്ര വരിക 0 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് -1/2 വരും. അതുപോലെ ഡെൽറ്റ മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് -1 മൈനസ് 1/2 അല്ലെ. -1 മൈനസ് 1/2 വരും -3/2 വരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. സിമ്പിൾ ആണ്, ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല. ക്യൂ മൈനസ് ക്യൂ ബാർ ഒന്നും ഓർത്ത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണ് ഇവിടെ നോക്കാം. ഇവിടെ ഐസോസ്പിൻ എത്രയാണ് പയോണ്ട് 1 ആണ്. അപ്പം ഏറ്റവും ചാർജ് കൂടിയാൾക്ക് 1, അടുത്താൾക്ക് 0, അടുത്താൾക്ക് -1. നമ്മളിപ്പം ഈ പിന്നെ L വാല്യൂസ് വെച്ചിട്ട് ML വാല്യൂസ് പറഞ്ഞിരുന്നില്ലേ അല്ലെ. എല്ലിന്റെ വാല്യൂ ഇപ്പം എക്സാമ്പിൾ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 3 ആണെന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് എത്രയായിരുന്നു 3 2 1 0 -1 -2 -3 അല്ലെ. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായില്ലേ, അതേപോലെയാണ് ഇത് വരിക. ഓക്കെ. ഇനി നോക്കാം K പ്ലസ് K0. K പ്ലസ് K0 രണ്ട് പാർട്ടികൾ. അപ്പൊ അതിന്റെ ഐസോസ്പിൻ എത്രയായിരുന്നു ഹാഫ് അല്ലെ. മൾട്ടിപ്ലിസിറ്റി -1/2. ഇത് ഐസോസ്പിൻ ഹാഫ്. അപ്പൊ K പ്ലസിന് എത്ര പോവും ഹാഫ് പോവും, K0ക്ക് -1/2 പോവും. ഓക്കെ. അതുപോലെ ഇയാൾക്ക് അല്ലെ. ഇവിടെ K മൈനസും K0 ബാറാണ്. അപ്പൊ K0 ബാറിന് ഹാഫ് പോവും, K മൈനസിന് -1/2 പോവും അല്ലെ. ചാർജ് കുറഞ്ഞാൾക്ക് കുറഞ്ഞത്, കൂടിയാൾക്ക് കൂടിയത്. സംശയം ഓരോന്ന് ചെയ്യാം, എന്നിട്ട് നോക്കുക. η0 ഇങ്ങനെ നോക്കാനില്ല. ഐസോസ്പിൻ തേർഡ് ഐസോസ്പിൻ എത്രയാണ് സെയിം ആണ്. പ്രോട്ടോൺ ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ എത്രയാണ് ഇതിന്റെ ഐസോസ്പിൻ എത്രയും ഹാഫ് ആണ്. അപ്പൊ ഇതിൽ ചാർജ് കൂടിയ പ്രോട്ടോൺ ആണ്. അപ്പൊ അയാൾക്ക് ഹാഫ് പോവും, ന്യൂട്രോൺ -1/2 അല്ലെ. ഏത് തേർഡ് കമ്പോണന്റ്. അതുപോലെ സിഗ്മ പ്ലസ് സിഗ്മ 0 സിഗ്മ മൈനസ് ഇത് 3 ആളല്ലേ. അപ്പം ഐസോസ്പിൻ എത്രയും 1. ഐസോസ്പിൻ കോഡ് നമ്പർ 1. ഇതിൽ ചാർജ് കൂടിയ സിഗ്മ പ്ലസ് അല്ലേ. അപ്പൊ അയാൾക്ക് 1, ഇയാൾക്ക് 0, ഇയാൾക്ക് -1. അതുപോലെ ഇത് നോക്കാം. ഇവിടെ എത്രയായിരുന്നു ഐസോസ്പിൻ എത്രയായിരുന്നു മൾട്ടിപ്ലിസിറ്റി എത്രയാണ് 4 -1 3 3/2. 3/2 ആണ് ഐസോസ്പിൻ. അപ്പൊ മുകളിലത്തെ ഏറ്റവും ചാർജ് പോയത് 3/2. ഇയാൾക്ക് 1/2, ഇയാൾക്ക് -1/2, ഇയാൾക്ക് -3/2. അതിന്റെ ഇവിടെ കണ്ട നമ്മള്
അല്ലെ? ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെയും എന്ത് കാണാൻ പറ്റും? തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ കാണാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് സാധനം ഏത് നമ്മുടെ ഐസോസ്പിന്നും തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിന്നുമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്ത അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം നമ്പർ ആയ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എന്താണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടം നമ്പർ ആണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ, അല്ലെ? ഇപ്പൊ അഞ്ചാമത്തെ ആളിനല്ലേ ബേരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, ഐസോസ്പിൻ, തേർഡ് കമ്പോണന്റ്. ഓക്കെ, 4. അഞ്ചാമത്തെ ആൾ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ നമ്മൾ ക്യാപിറ്റൽ എസ് കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ചില പാർട്ടിക്കിൾസ് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് എന്നൊരു പേര് കൊടുത്തത്. അക്കോർഡിംഗ്ലി അവർക്ക് ഒരു ക്വാണ്ടം നമ്പർ അസൈൻ ചെയ്യുന്നത് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ, അല്ലെ? എന്താണ് അവരുടെ ഈ സ്ട്രേഞ്ച് ബിഹേവിയർ എന്ന് പറയുന്നത്? അവര് പിന്നെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബിഹേവ് ചെയ്തു. They were only created in pairs, അല്ലെ? And decayed in only certain ways which cannot be explained by the existing conservation rules. അവര് പെയർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് അവര് പെയർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അവര് ഡീകേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റൂല, അല്ലെ? നിലവിലുണ്ടായിരുന്ന പിന്നെ കൺസർവേഷൻ റൂൾസ് വെച്ചിട്ട് അവരുടെ ഡീകേ മോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് അവരെ സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരുന്നത്, അല്ലെ? അതുപോലെ അവര് സ്ട്രോങ് ഇന്ററാക്ഷൻസ് വഴിയാണ് ഉണ്ടായിരുന്നത്. അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇന്ററാക്ഷൻ വഴിയാണ്, പക്ഷെ അവർ ഡീകേ ചെയ്തിരുന്നത് വീക്ക് ഇന്ററാക്ഷൻ വഴിയാണ്. ഇങ്ങനെയുള്ള സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് കാണിച്ചതുകൊണ്ടാണ് അവർക്ക് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എന്നുള്ളൊരു ക്വാണ്ടം നമ്പർ അസൈൻ ചെയ്തത്. ആൻഡ് ദ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് യൂസിംഗ് ദ ഫോർമുല Q ഈസ് ഈക്വൽ ടു ചാർജ് Q I3 plus B plus S by 2. എന്താണ് ഫോർമുല? Q equal to I3 plus B plus S by 2. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ പാടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലെ പ്രകാരം ലെപ്റ്റോൺ നമ്പറും ബേരിയോൺ നമ്പറും മാത്രം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രേഞ്ച്നെസ് പറയാൻ പറ്റില്ല. സ്ട്രേഞ്ച്നെസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് പകരം ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ഇതിൽ I3 ഉണ്ട്, അല്ലെ? I3 എന്താ? തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ. അതാണെങ്കിൽ എന്ത് വേണം? ഐസോസ്പിൻ അറിയണം. ഓക്കെ, അതിനകത്ത് Q എന്ന് പറഞ്ഞ ചാർജ്, I3 തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ, B ബേരിയോൺ നമ്പർ, S ആണ് എന്ത്? സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ. അപ്പൊ നമുക്ക് ഇതിന് S ന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം, അല്ലെ? ഇത് എന്ത് ചെയ്താം? Q minus I3 is equal to B plus S by 2 എന്ന് എഴുതാം. ഓക്കെ, ഈ 2 എങ്ങോട്ട് ഉണ്ടായാൽ 2 into Q minus I3 equal to B plus S എന്ന് എഴുതാം. അതുകൊണ്ട് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ S is defined as 2 into Q minus I3 minus B. ഓക്കെ, ഇതാണ് ഫോർമുല. കറക്റ്റ് അല്ലേ? S is equal to 2 into Q minus I3 minus B, അല്ലെ? ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കാണാൻ പറ്റും, അല്ലെ? ഫോർമുല ഇവിടെ ഇതാണ് സ്ട്രേഞ്ച്നെസ് S is equal to 2 into Q minus I3 minus B, അല്ലെ? ഇതിൽ ക്വാണ്ടിറ്റീസിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. നോക്കാം. Q ചാർജ്, I3 ഐസോസ്പിന്റെ തേർഡ് കമ്പോണന്റ്, B ബേരിയോൺ നമ്പർ. അക്കോർഡിംഗ്ലി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ K പ്ലസിന്റെ കാണാം. K പ്ലസ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഫോർ K പ്ലസ് എങ്ങനെ കാണാം? നോക്കാം. എന്തൊക്കെയാ നമുക്ക് വേണ്ടത് നോക്കാം. Q എത്രയാണ്? 1 ആണ്, അല്ലെ? പിന്നെ എന്താ വേണ്ടേ? I3 വേണം. തേർഡ് കമ്പോണന്റ് ആണ് വേണ്ടത്. അപ്പൊ K പ്ലസും K0 ഐസോസ്പിൻ എത്ര? ഹാഫ് ആണ്. രണ്ട് പാർട്ടികളാകുമ്പോ ഹാഫ് ആണ്, അല്ലെ? മൾട്ടിപ്ലിസിറ്റി മൈനസ് 1/2 ഹാഫ് ആണ്. അതിൽ K പ്ലസിനാണ് ചാർജ് കൂടുതൽ, അതുകൊണ്ട് അതിന് I3 എന്ത് ചെയ്യും? ഹാഫ് പോവും. K0ക്ക് മൈനസ് ഹാഫ്. ഇനി I3T. ഇനി ബേരിയോൺ നമ്പർ K എന്ന് പറയുന്നത് എന്താണ്? മിസോൺ ആണ്. അതുകൊണ്ട് അതിന്റെ ബേരിയോൺ നമ്പർ എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് അതിന്റെ സ്ട്രേഞ്ച്നെസ് കാണാം. എത്ര വരിക? സ്ട്രേഞ്ച്നെസ് ഈക്വൽ ടു 2 into Q minus I3 1 minus 1/2 minus 0. നമ്മൾ എത്ര വരിക? 2 into 1 minus 1/2 ആണെങ്കിൽ half into 2 1. അതുകൊണ്ട് നമ്മുടെ K പ്ലസിന്റെ സ്ട്രേഞ്ച്നെസ് എത്രയാണ്? 1 ആണ്. വെരി ഇമ്പോർട്ടന്റ്. K പ്ലസിന്റെ സ്ട്രേഞ്ച്നെസ് 1 ആണ്. ആൻഡ് അടുത്ത ആളെ നോക്കാം. K0 നോക്കാം. തൊട്ട് താഴെ K0 നോക്കാം. K0ന്റെ ചാർജ് എത്രയാണ്? 0 ആണ്. I3 എത്രയാണ്? മൈനസ് ഹാഫ് ആണ്. ബേരിയോൺ നമ്പർ എത്രയാണ്? 0 ആണ്.
accordingly strangeness എത്രയാണ് 2 into 0 minus 1 by 2 അല്ലേ 2 into 0 minus 1 by 2 വരും. അതാണ് ഞാൻ നോക്കിയത്. നോക്കാം q minus i3 ആണ്. ഇതിന്റെ i3 എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ആണ്. അപ്പൊ q minus ഹാഫ് എന്ന് പറയുമ്പോൾ എന്താവും പ്ലസ് ഹാഫ് ആവും മൈനസ് 0 അല്ലേ. അപ്പൊ എത്രയാവും 2 into 1 by 2 1 വരും അല്ലേ. അപ്പൊ അതിന്റെയും സ്ട്രെയിൻനെസ് എത്രയാണ് 1 ആണ് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പാട്ട് നോക്കാം ലാംഡ 0. ഓക്കെ ലാംഡ 0ന്റെ സ്ട്രെയിൻനെസ് ഇതൊക്കെ അല്ലേ. k പ്ലസിന്റെ k0 ന്റെ എത്രയാണ് 1. ഓക്കെ നിങ്ങൾ k മൈനസിന്റെ k0 നിങ്ങൾ കാണും. ഓക്കെ നോക്കാം അടുത്ത ലാംഡ 0. ലാംഡ 0ന്റെ ചാർജ് എത്രയാണ് 0 ആണ്. അതുപോലെ i3 എത്രയാണ് 0 ആണ്. ബേരിയോൺ നമ്പർ എത്രയാണ് ലാംഡ 0 ഇവിടെ അല്ലേ. ബേരിയോൺ നമ്പർ 1 ആണ്. ബേരിയോൺ ആണത് അല്ലെ. ചാർജ് 0 ഐസോസ്പിൻ 0 സിംഗ്ലെറ്റ് അല്ലേ. ഓക്കെ ഇനി therefore strangeness equal to 2 into q minus i3 minus 1 അല്ലേ. മൈനസ് ബേരിയോൺ നമ്പർ അല്ലേ. അപ്പൊ എന്തായാലും 2 into 0 minus 0 0 അല്ലേ മീൻസ് മൈനസ് 1 അല്ലേ. അപ്പൊ ലാംഡ 0ന്റെ സ്ട്രെയിൻനെസ് എത്രയാണ് മൈനസ് 1 അല്ലേ. ഇനി അടുത്തത് നോക്കാം സിഗ്മ അല്ലേ. സിഗ്മ പ്ലസ് നോക്കാം. സിഗ്മ പ്ലസിന്റെ എത്രയാണ് നോക്കാം. ചാർജ് 1 ഐസോസ്പിൻ തേർഡ് കമ്പൗണ്ട് സിഗ്മ പ്ലസ് അല്ലേ. അപ്പൊ 1 0 മൈനസ് 1 വരിക ഐസോസ്പിൻ അല്ലേ. അപ്പൊ ഇതിന്റെ i3 1 അല്ലേ. പിന്നെ ഇതിന്റെ ബേരിയോൺ നമ്പർ എത്ര വരിക 1 അല്ലേ. അപ്പൊ സ്ട്രെയിൻനെസ് ഈക്വൽ ടു 2 into q minus i3 അല്ലേ. 2 into q minus i3 എന്നാൽ 1 minus 1 minus 1 അല്ലേ. അപ്പൊ എന്ത് വരും നോക്കാം 2 into ചാർജ് 1 i3 1 and ബേരിയോൺ നമ്പർ മൈനസ് 1. അപ്പൊ എന്ത് വരും മൈനസ് 1 വരും. കാരണം ഇത് 1 minus 1 0 ആയി പോയി. ബാക്കി മൈനസ് 1 വരും അല്ലേ. അപ്പൊ ഇയാളുടെ എത്രയാണ് മൈനസ് 1 ആണ്. നിങ്ങൾ സിഗ്മ 0ന്റെയും സിഗ്മ മൈനസിന്റെയും നോക്കുക എന്താവും മൈനസ് 1 തന്നെയാവും. ഓക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാവരുടെയും സ്ട്രെയിൻനെസ് ക്വാണ്ടം നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ ഇനി നോക്കാം. ഇനി കാസ്കേഡ് നോക്കാം. കാസ്കേഡ് 0 ന്റെ സ്ട്രെയിൻനെസ് നോക്കാം. ചാർജ് എത്രയാണ് 0 ആണ്. i3 എത്രയാണ് നോക്കാം. കാസ്കേഡ് 0 കാസ്കേഡ് മൈനസ് അല്ലെ. രണ്ടെണ്ണം ഐസോസ്പിൻ ഹാഫ് ആണ്. ഇനി ഇതില് 0യും മൈനസ് 1 ആണ് ചാർജ്. അപ്പൊ കൂടുതൽ ചാർജ് 0 ആണ് അല്ലെ. ഇത് മൈനസ് 1 മൈനസ് വാല്യൂ അല്ലേ. അപ്പൊ ഹാഫ് ആർക്ക് പോയി സിഗ്മ 0. അതുകൊണ്ട് ഐസോസ്പിൻ എത്രയാണ് ഹാഫ് ആണ്. പിന്നെ ഇനി എന്താ പറയുക ബേരിയോൺ നമ്പർ എത്രയാണ് 1 ആണ്. ഓക്കെ അതുകൊണ്ട് സ്ട്രെയിൻനെസ് ഈക്വൽ ടു 2 into q minus i3 minus ബേരിയോൺ നമ്പർ അല്ലെ. അപ്പം 2 into മൈനസ് 1 by 2 പറഞ്ഞാല് വരും മൈനസ് 1 വരും മൈനസ് 2 വരും അല്ലെ. അപ്പൊ കാസ്കേഡ് 0ന്റെ സ്ട്രെയിൻനെസ് എത്രയാണ് മൈനസ് 2 ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം കാസ്കേഡ് മൈനസിന്റെ കാണണം എന്തെന്നെയാവും മൈനസ് 2 തന്നെ ആവും. ഓക്കെ നോക്കാം. ഇനി അടുത്ത ആള് ഒമേഗ മൈനസിന്റെ ചാർജ് എത്രയാണ് മൈനസ് 1 ആണ്. i3 എത്രയാണ് 0 ആണ്. സിംഗ്ലെറ്റ് അല്ലേ 0 ആണ്. ബേരിയോൺ നമ്പർ എത്രയാണ് 1 ആണ്. ഓക്കെ അതുകൊണ്ട് സ്ട്രെയിൻനെസ് ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കാം 2 into ചാർജ് മൈനസ് i3 മൈനസ് b ഈസ് ഈക്വൽ ടു മൈനസ് 2 മൈനസ് 1 എന്ന് തരും മൈനസ് 3 വരും. ഓക്കെ അപ്പൊ ഇതാണ് എന്ത് ഇവരുടെ സ്ട്രെയിൻനെസ്. ഒമേഗ മൈനസിന്റെ ആണ് മൈനസ് 3 വരിക അല്ലെ. അതുപോലെ സിഗ്മന്റെ എന്ത് വന്നു മൈനസ് 2 വന്നു. ബാക്കി ഇവരുടെ ഒക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ ഇനി ഐസോസ്പിന് സ്ട്രെയിൻനെസ് വരാത്ത പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രോട്ടോൺ നോക്കാം. ഓക്കെ പ്രോട്ടോൺ നോക്കാം. ചാർജ് എത്രയാണ് 1 ആണ്. i3 എത്രയാണ് ഹാഫ് ആണ്. ബേരിയോൺ നമ്പർ എത്രയാണ് 1 ആണ്. നോക്കാം സ്ട്രെയിൻനെസ് ഈസ് ഈക്വൽ ടു 2 into 1 minus 1 by 2 minus 1 അല്ലേ. 1 minus 1 by 2 ആണ് 1 by 2 ആണ്. 1 by 2 into 2 ആണ് 1 ആണ്. 1 minus 1 0 ആണ്. പ്രോട്ടോൺ എന്തല്ല സ്ട്രെയിഞ്ച് അല്ല.
ന്യൂട്രോൺ സ്ട്രേഞ്ച് അല്ല, ഈറ്റ സീറോ സ്ട്രേഞ്ച് അല്ല, പയോൺ സ്ട്രേഞ്ച് അല്ല, അതുപോലെ ഡെൽറ്റ പ്ലസ് പ്ലസ് നോക്കാം. ഓക്കെ, ഡെൽറ്റ പ്ലസ് പ്ലസ് ചാർജ് എത്രയാണ്? 2 ആണ്. I3 എത്രയാണ്? 3/2 ആണ്. അതുപോലെ ബേരിയം നമ്പർ 1 ആണ്. സ്ട്രേഞ്ച്നെസ് 2 into 2 minus 3/2 minus 1 അല്ലേ? എത്ര വരിക? 2 minus 3/2 എന്ന് പറഞ്ഞാല് 1/2 into 2 1 minus 1 0 വരും. ഡെൽറ്റ പ്ലസ് പ്ലസ് എന്നല്ല, സ്ട്രേഞ്ച് അല്ല. ഓക്കെ, അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? പൊതുവായിട്ട് എല്ലാ പാർട്ടിക്കിൾസിന്റെയും സ്ട്രേഞ്ച്നെസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ആ സ്ട്രേഞ്ച്നെസിന്റെ വാല്യൂസ് ഇങ്ങനെയാണ്. Second 1 minus 1 minus 1 minus 2 minus 3 ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. കെ ഓൺസിന്റെ 1 ആവും, ലാംഡന്റെ -1 ആവും, സിഗ്മന്റെ -1 ആവും, കാസ്കറ്റിന്റെ -2 ആവും, അല്ലെങ്കിൽ കാസ്കറ്റ് സൈ എന്നും പറയും. ഓക്കെ, ഒമേഗന്റെ -3 ആവും. ഇങ്ങനെയാണ് ഇത് കിട്ടുക, സ്ട്രേഞ്ച്നെസ് കിട്ടുക. ഓക്കെ, ഇതേമാതിരി ചാർജ് വേരിയൻസിനായാലും സ്ട്രേഞ്ച്നെസ് എന്താവും? അത് തന്നെയാവും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത് നമ്മുടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ഈ പറഞ്ഞ നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ്. സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ പാർട്ടിക്കിൾസിന്റെയും ഓരോ പ്രോസസ്സിന്റെയും എന്ത് കാണാനുള്ളത്? ഈ പറഞ്ഞ കൺസർവേഷൻ റൂൾസ് ചെക്ക് ചെയ്യാനുള്ളത്. എക്സാമ്പിൾ നോക്കാം. നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ, പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ഗീവ്സ് ലാംഡ 0 പ്ലസ് k0 പ്ലസ് പ്രോട്ടോൺ പ്ലസ് 5 പ്ലസ്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, Q L B S I I3 അങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം ചാർജ് നോക്കാം. പ്രോട്ടോണിന്റെ 1, ഇവിടെ പ്രോട്ടോൺ 1 ഗീവ്സ് ലാംഡ 0 0 പ്ലസ് k0 0 പ്രോട്ടോൺ 1 പയോൺ 1 അല്ലെ? 1 plus 1 2 ആണ് ഇവിടെ മൊത്തം. ഇവിടെ 1 plus 1 2. കൺസേർവ്ഡ് അല്ലേ? കൺസേർവ്ഡ് ആണ് അല്ലെ? അടുത്ത ഇലക്ട്രോൺ നമ്പർ QLBS, ആ ഒരു ഫോർമുല ഓർത്താൽ മതി. QLBS I3I അങ്ങനെയൊക്കെ പോയാൽ മതി. നോക്കാം, ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല, ഉണ്ടോ? ഇവിടെ ഒക്കെ എന്താണ്? മിസോൺസും ബേരിയോൺസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, കൺസേർവ്ഡ് ആണ് അല്ലെ? അപ്പൊ ഇലക്ട്രോൺ നമ്പർ ഓക്കെ. ഇനി ബേരിയോൺസ് ഉണ്ടോ? ഉണ്ട് അല്ലെ? പ്രോട്ടോൺ 1 പ്രോട്ടോൺ 1 ലാംഡ 0 1 k0 0 പ്രോട്ടോൺ 1 പയോൺ 0 അല്ലെ? ഇത് നമ്മൾ ഓർമ്മയിൽ വേണം. ആരൊക്കെ മിസോൺസ് ആണ്, ആരൊക്കെ പയോൺസ് ആണ്, ആരൊക്കെ ബേരിയോൺസ് ആണ്, ആരൊക്കെ സ്പിൻ ഹാഫ് ആണ്, സ്പിൻ 3/2 ആണ്, ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നോക്കാം, ബേരിയോൺ നമ്പർ 1 plus 1 2, ഇവിടെ 1 plus 1 2 കൺസേർവ്ഡ് ആണ് അല്ലെ? ഇനി QLB കഴിഞ്ഞു. ഇനി എസ്, സ്ട്രേഞ്ച്നെസ്. പ്രോട്ടോൺ സ്ട്രേഞ്ച് ആണോ? അല്ല. സ്ട്രേഞ്ച് ആണോ? അല്ല. ലാംഡ 0 സ്ട്രേഞ്ച് ആണോ? ആണ് അല്ലെ? ലാംഡ 0ന്റെ എത്രയാണ് സ്ട്രേഞ്ച്നെസ്? -1 അല്ലെ? പ്ലസ് k0ന്റെ എത്രയാണ്? 1 അല്ലെ? പ്ലസ് പ്രോട്ടോൺ സ്ട്രേഞ്ച് ആണോ? അല്ല. പയോൺ സ്ട്രേഞ്ച് ആണോ? അല്ല അല്ലെ? ഇവിടെ -1, ഇവിടെ +1 1 - 1 0, ഇവിടെയും 0. കൺസേർവ്ഡ് അല്ലേ? കൺസേർവ്ഡ് ആണ് അല്ലെ? ഇനി അടുത്ത ഐസോസ്പിൻ ക്വാണ്ടം നമ്പർ പ്രോട്ടോൺ എത്രയാണ്? ഡബ്ലറ്റ് അല്ലേ? മൾട്ടിപ്ലിസിറ്റി -1/2 ഫോർമുല മറക്കരുത്. ഹാഫ് ഹാഫ് അല്ലെ? ഇനി ഇത് ലാംഡ 0 0 കെയോൺ ഹാഫ് പ്രോട്ടോൺ ഹാഫ് പൈ 0 എത്രയാണ്? 1 പൈ പ്ലസിന്റെ 1 അല്ലേ? ലാംഡ 0 0 k0ന്റെ ഹാഫ് അല്ലേ? പ്രോട്ടോണിന്റെ ഹാഫ് അല്ലേ? അപ്പൊ ഹാഫ് പ്ലസ് ഹാഫ് ഗീവ്സ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് 1 അല്ലെ? എന്തായാലും ഇവിടെ മൊത്തം 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇതെന്തല്ല? കൺസേർവ്ഡ് അല്ല അല്ലെ? ഇനി I3 തേർഡ് കമ്പൗണ്ട് ഓഫ് ഐസോസ്പിൻ, പ്രോട്ടോണിന്റെ ഹാഫ് ആണ്, ഇതിന്റെ ഹാഫ് ആണ് അല്ലെ? ലാംഡ 0 0 ആണ്. ഇതിനകത്ത് ആരൊക്കെ? കെ പ്ലസും k0 അല്ലേ? കെ പ്ലസിന് എന്തും ഹാഫും, k0ക്ക് -1/2 അല്ലെ? -1/2 വരും. പ്രോട്ടോൺ ഹാഫ് വരും, പൈ പ്ലസ് 1 വരും അല്ലെ? നോക്കാം, ഹാഫ് പ്ലസ് ഹാഫ് 1 ആണ്, -1/2 പ്ലസ് ഹാഫ് കട്ട് ചെയ്ത് പോയി, ബാക്കി 1. അപ്പൊ ഇവിടെ 1 അവിടെ 1. അപ്പൊ എന്താണ്? കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൺസർവേഷൻ റൂൾ ചെയ്യുക? ഇനി വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത് ഹയർ ലെവലിൽ വരുന്നുള്ളൂ. ബേസിക് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കണമെങ്കിൽ QLBS എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. QLBS സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം.
ഓക്കെ, ഐയും I3യും വയലേറ്റ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മളെ സെലക്ഷൻ റൂൾ പോലെയാണ്. ഒരു +-1 ഒക്കെ വേരി ചെയ്യാം. ഓക്കെ, അത് കുഴപ്പമില്ല. കൺസർവേഷൻ റൂൾ ചോദിച്ചാൽ എത്ര എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് QLBS സാറ്റിസ്ഫൈഡ് ആണെച്ചാൽ ആ പ്രോസസ് ഓക്കെ നടക്കും എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഐയും I3 ഇങ്ങനെ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത വേറെ പ്രോസസ് കാസ്കേഡ് 0 ഗിവ്സ് ലാംഡ 0 പ്ലസ് പൈ മൈനസ് അല്ലേ. ഇതിന്റെ എന്ത് ചെയ്യാം, Q നോക്കുക 0 0 -1. ഓക്കെ, ഇത് പ്രോസസ് നടക്കുമോ? കാസ്കേഡ് 0 തന്നെയാണോ ഇത്? കാസ്കേഡ് മൈനസ് ആവാനാണ് സാധ്യത. കാരണം ചാർജ് കൺസേർവ് ആവാത്ത പ്രോസസ് ഉണ്ടാവില്ല. -1. ഓക്കെ, അപ്പൊ ചാർജ് കൺസേർവ്ഡ് ആണ്. ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇലക്ട്രോൺ നമ്പർ നോക്കണ്ട. ബേരിയോൺസ് ഉണ്ടോ നോക്കാം. ബേരിയോൺ നമ്പർ, ഇതിന് ബേരിയോൺ നമ്പർ 1 ആണ്. ലീവ്സ് ലാംഡ 0 1 ആണ്. പൈ 0 ആണ്. കൺസേർവ്ഡ് ആണ്. ബേരിയോൺ നമ്പർ ഓക്കെ അല്ലേ? കാരണം കാസ്കേറ്റ് സൈയും അതുപോലെ ഇതും എന്താണ്, ബേരിയോൺസ് ആണ്. മിസോൺ എന്തല്ല, ബേരിയോൺ അല്ല. QLB. ഇനി സ്ട്രേഞ്ച്നെസ്, ഇതിന്റെ എത്ര വരാം? ഇതിന്റെ -2 അല്ലേ. -2 ഗീവ്സ് ഇതിന്റെ എത്ര? ലാംഡ 0 -1 പ്ലസ് 0. സ്ട്രേഞ്ച്നെസ് എന്താണ്, വയലേറ്റഡ് ആണ്. പിന്നെ ഐസോസ്പിൻ നോക്കാം. കാസ്കേറ്റ് മൈനസിന്റെ ഹാഫ്, ലാംഡ 0 0, പൈ മൈനസിന്റെ -1 അല്ലെ, അതും വയലേറ്റഡ് ആണ്. ഇനി I3 കാസ്കേറ്റ് മൈനസിന്റെ എത്ര വരാം? -1/2 വരും. ലാംഡ 0 0 വരും. പൈ -1 വരും അല്ലെ. സോറി, ഇതിന്റെ ഐസോസ്പിൻ 1 ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ I3 ആണ് ഇത് -1 വരിക. അതും എന്താണ്, വയലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആ പ്രോസസ് നടക്കില്ല. കാരണം അത് ചാർജും ബേരിയോൺ നമ്പറും മാത്രമേ കൺസേർവ്ഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പറഞ്ഞ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും കൺസർവേഷൻ റൂൾസ്. അപ്പൊ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, ഒരു രസകരമായ ആപ്ലിക്കേഷൻ ഉണ്ട്. ഐഡന്റിഫൈ ദ മിസ്സിംഗ് പാർട്ടിക്കിൾ. ഒരു ക്വസ്റ്റ്യൻ ചെയ്താ K minus plus proton gives K plus dash. Okay, K minus plus proton gives K plus dash. ഈ ഡാഷിൽ എന്താണ് പാർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാം കൺസേർവ്ഡ് ആണ് എന്നുള്ള വകുപ്പിലാണ് പോവാം. അപ്പൊ നമുക്ക് പാർട്ടിക്കിൾ കിട്ടും. ചാർജ് ഇവിടെ -1, ഇവിടെ +1 അല്ലെ, ഗീവ്സ് 1. അപ്പൊ ഇവിടെ എത്രയാവും? ഇവിടെ -1 1, അപ്പൊ എത്രയാണ്? 0. ഇവിടെ അപ്പൊ എത്രയാണ്? 1 പ്ലസ്. അപ്പൊ ചാർജ് എത്രയാണ്? -1 ആണ്. അപ്പൊ ചാർജ് -1 ഒരു പാർട്ടിക്കിൾ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി ഇലക്ട്രോൺ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇലക്ട്രോൺ അല്ല, അപ്പൊ ഈ കൂട്ടത്തിൽ പെടലില്ല അല്ലെ. മനസ്സിലായി. ബേരിയോൺ നമ്പർ നോക്കാം. K എന്താണ്? മിസോൺ ആണ്, 0. പ്രോട്ടോൺ ബേരിയോൺ നമ്പർ 1 ആണ്. K പ്ലസ് എത്രയാണ്? 0 ആണ്, പ്ലസ് ഡാഷ് അല്ലെ. അപ്പൊ ഇവിടെ ബേരിയോൺ നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ അവിടെ എത്ര വരണം? 1 വരണം. അതുകൊണ്ട് അതൊരു ബേരിയോൺ പാർട്ടിക്കിൾ ആണെന്ന് മനസ്സിലായി അല്ലെ. അതൊരു ബേരിയോൺ ആണ് അല്ലെ. ഇനി സ്ട്രേഞ്ച്നെസ് നോക്കാം. K യുടെ സ്ട്രേഞ്ച്നെസ് എത്രയാണ്? 1 ആണ്. പ്രോട്ടോണിന്റെ 0 ആണ്. K പ്ലസിന്റെ 1 ആണ്, പ്ലസ് ഇതിന്റെ എത്രയാണ്? എന്താ വരിക? സോറി, K പ്ലസ് അല്ലേ. ഇവിടെ K മൈനസ്, ഇവിടെ K പ്ലസ്. K പ്ലസിന്റെയും K മൈനസിന്റെയും സ്ട്രേഞ്ച്നെസ് മാറ്റമുണ്ടോ? ചെക്ക് ചെയ്യാം. K മൈനസ് S is equal to 2 into Q minus I3 minus B അല്ലേ. അപ്പൊ K മൈനസിന്റെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, മൈനസ് നമ്മൾ തന്നെയല്ലേ നോക്കാം. K മൈനസ് ചാർജ് 1, I3 മൈനസിന്റെ I3 എത്ര വരാം? 0. -1/2 അല്ലേ വരാം. -1/2 ബേരിയോൺ നമ്പർ 0. അപ്പൊ സ്ട്രേഞ്ച്നെസ് ഈസ് ഈക്വൽ ടു 2 into 1 plus 1/2 വരും അല്ലെ. Q minus -1/2 plus 1/2 -0 അല്ലെ. അപ്പൊ എത്ര വരും? 2 into 1 plus 1/2. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചാർജ് -1 എടുക്കണ്ടേ. -1 plus 1/2. ഓക്കെ, നോക്കാം. -1 plus 1/2 എന്ന് പറഞ്ഞാല് എന്ത് വരും? -1/2 വരും. -1/2 into 2 -1 വരും. ഓക്കെ,
അപ്പൊ കെ മൈനസിന്റെ എത്രയാണ് -1 ആണ്, കെ പ്ലസിന്റെ ആണ് എന്ത് 1 അല്ലെ. അപ്പൊ കെ പ്ലസിന്റെ 1 കൊടുത്തു അല്ലെ. കെ പ്ലസിന്റെ സ്ട്രേഞ്ച്നെസ് 1 അല്ലേ നമുക്ക് കിട്ടിയത്. അത് നോക്കണോ, നോക്കാം. കെ പ്ലസിന്റെ ചാർജ് 1, ഐസോസ്പിന്റെ ബോണ്ട് എത്രയാണ്, ഹാഫ് അല്ലേ. അപ്പൊ S is equal to 2 into 1 minus 1/2 അല്ലേ, 1. ശരിയാണ്. അപ്പം കെ മൈനസിന്റെ സ്ട്രേഞ്ച്നെസ് -1 ആണ്, അതുപോലെ കെ പ്ലസിന്റെ 1 ആണ്. പിന്നെ കാരണം കെ പ്ലസും മൈനസും എന്താണ്, പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും ആണ്, അതിന്റെ സ്ട്രേഞ്ച്നെസ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ എത്ര സ്ട്രേഞ്ച്നെസ് കിട്ടണ്ടേ, -1. ഇവിടെ എത്ര കിട്ടിയിട്ടില്ലേ, 1. അപ്പൊ ഇയാളുടെ എത്രയാവണം, ഗസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ സ്ട്രേഞ്ച്നെസ് -1, ഇവിടെ -1 കിട്ടണം. -1 കിട്ടണമെങ്കിൽ ഇവിടെ എത്രയാവണം, -2 ആണ് അല്ലെ. -2 + 1 ഉണ്ടാവും ഇതോ അല്ലെ. അപ്പൊ സ്ട്രേഞ്ച്നെസ് -2 ആണ്. ഇപ്പൊ നമുക്ക് പാർട്ടിക്കിളിന് ഏകദേശം കിട്ടി അല്ലെ. അതിനകത്ത് ഏതാണ്, കാസ്കറ്റ് ആണ് അല്ലെ. കാസ്കറ്റിലായിരുന്നു പാർട്ടിക്കിൾ അല്ലെ. കാസ്കറ്റ് മൈനസ്, കാരണം എന്താണ്, ഇതിന്റെ ചാർജ് -1 ആണ്, ബേരിയോൺ ആണ്, പിന്നെ സ്ട്രേഞ്ച്നെസ് -2 ആണ് അല്ലെ. വേറെ ആർക്കും അങ്ങനത്തെ പ്രോപ്പർട്ടി ഇല്ലല്ലോ. ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും പ്രൊസീഡ് ചെയ്യാം. I3 ഒക്കെ കാണും അല്ലെ. അത് ചെയ്തു പോയാൽ പറഞ്ഞ ആളെ കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ എലിമെന്ററി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ട് അതിന്റെ ക്വാർക്ക് സ്ട്രക്ചറും അതുപോലെ സൂപ്പർ മൾട്ടിപ്ലക്സ് സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.